ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ച് ചാലിശ്ശേരി സ്വദേശി സ്റ്റീഫൻ ചെണ്ടവാദ്യത്തിൽ നാദവിസ്മയം തീർത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ ഞായറാഴ്ച നടന്ന പഞ്ചാരിമേളം അരങ്ങേറ്റത്തിൽ കെ സ്റ്റീഫന്റെ അരങ്ങേറ്റം അപൂർവ നിമിഷമായി. ചാലിശ്ശേരി പുൽക്കോട്ടിൽ ക്രൈസ്തവ കുടുംബത്തിൽ നിന്നാണ് ഇദ്ദേഹം ചെണ്ടവാദ്യ കലാരംഗത്ത് എത്തുന്നത്. ഗ്രാമത്തിൽ ഫുട്ബോൾ രംഗത്ത് കഴിഞ്ഞ 5 പതിറ്റാണ്ടായി നിറസാന്നിധ്യമാണ് സ്റ്റീഫൻ. മൈതാനങ്ങളിൽ കാൽപന്ത് കളിയെ പ്രണയിച്ചതുപോലെ കുഞ്ഞുനാളിൽ മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹമായിരുന്നു ചെണ്ടമേളം ശാസ്ത്രീയമായി പഠിക്കുക എന്നത്. കഴിഞ്ഞ 30 വർഷം പ്രവാസിയായ ഇദ്ദേഹം ലീവിന് നാട്ടിൽ വരുന്ന അവസരങ്ങളിൽ അസുരവാദ്യമായ ചെണ്ട വാങ്ങി സ്വയം പരിശീലനം നടത്തിയിരുന്നു. പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി കഴിഞ്ഞ 4 വർഷമായി തുടർച്ചയായി വീട്ടിൽ പരിശീലനത്തിലായിരുന്നു. സ്വന്തം ചെണ്ടയുടെ ശബ്ദം പുറത്തേക്ക് പോകാതിരിക്കുവാൻ ചെണ്ടമേൽ നനഞ്ഞു തുണിയിട്ടാണ് പരിശീലനം നടത്തിയിരുന്നത്. ചെണ്ടയിലെ ശ്രുതി, താളം എന്നിവ പഠിക്കാൻ ജനുവരിയിലാണ് കക്കാട് വാദ്യകലാ ക്ഷേത്രത്തിൽ ചേർന്ന് രാജപ്പൻ മാരാരുടെ ശിക്ഷണത്തിൽ പരിശീലനം തുടങ്ങിയത്. ഞായറാഴ്ച അരങ്ങേറ്റം കുറിച്ച 17 പേരിൽ ഏറ്റവും സീനിയർ അംഗമായിരുന്നു 60-കാരനായ സ്റ്റീഫൻ. ഞായറാഴ്ച ഗുരുദക്ഷിണ സമർപ്പണത്തിന് ശേഷം കഴിഞ്ഞ 6 പതിറ്റാണ്ടായി മനസ്സിൽ സൂക്ഷിച്ച വാദ്യകലയെ ശുദ്ധമായ താളനിഷ്ഠയോടും പൂർണ്ണ സമർപ്പണത്തോടും പഞ്ചാരിമേളത്തിൽ പങ്കെടുത്തു. 1.25 മണിക്കൂർ നേരം സ്റ്റീഫൻ 96 അക്ഷരകാലത്തിൽ നിന്ന് തുടങ്ങി 6 അക്ഷരകാലം വരെയാണ് കൊട്ടിത്തിമിർത്തത്. വലം തല, ഇടം തല, കുറുംകുഴൽ, ഇലത്താളം, കൊമ്പ് എന്നിവയിൽ 70ഓളം വാദ്യ കലാകാരന്മാർ അരങ്ങേറ്റത്തിൽ അണിനിരന്നു. കാൽപന്ത് കളിയിൽ പുത്തൻ തലമുറയെ വാർത്തെടുക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം FC കേരള തൃശൂരിന്റെ മുൻ മാനേജർ, ചാലിശ്ശേരി മാർവൽ ഫുട്ബോൾ ക്ലബിന്റെ കോച്ച് എന്നീ നിലയിൽ പ്രവർത്തിക്കുന്നു. അരങ്ങേറ്റം കാണുവാൻ മുൻ MLA PT ബലറാം ഉൾപ്പെടെ നിരവധി കായിക പ്രേമികൾ പങ്കെടുത്തു. സുനിത ഭാര്യയാണ്. സാന്ദ്ര സ്റ്റീഫൻ, സെഡ്രിക് സ്റ്റീഫൻ എന്നിവർ മക്കളാണ്.